ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പോൾ പരീക്ഷാകാലമാണ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ സംബന്ധിച്ച് രണ്ട് വ്യത്യസ്ത ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ജീവൻ സെഡ് ഇറ്റ് ടു മീ, ആർ യു എ ടീച്ചർ? എങ്ങനെയാണ് ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നൊന്ന് നോക്കാം. ഇവിടെ ഈ സെന്റൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ചോദ്യരൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ ഈ സെന്റൻസിന് അനുസരിച്ചുള്ള മെയിൻ വെർബ് ഉപയോഗിക്കണം, ഈ സെന്റൻസിന് അനുസരിച്ചുള്ള കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കണം എന്നതാണ്. ഇവിടെ ആരാണ് ഈ സെന്റൻസ് പറയുന്നു? ജീവൻ. നമുക്ക് ആ ജീവൻ അതുപോലെ എഴുതാം. ജീവൻ. ആർ യു എ ടീച്ചർ എന്നാണ് സെന്റൻസ്. അതൊരു ചോദ്യരൂപമാണ്. അവിടെ നമുക്ക് ആസ്ക്ഡ് എന്ന മെയിൻ വെർബ് ഉപയോഗിക്കാം, അതല്ല എങ്കിൽ എൻക്വയർഡ് എന്ന വെർബ് ഉപയോഗിക്കാം. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ജീവൻ ആസ്ക്ഡ് എന്നാണ്. ആസ്ക്ഡ്. ഞാനിവിടെ ആസ്ക്ഡ് എന്ന് ഉപയോഗിച്ചു. എന്ത് ഉപയോഗിക്കാം? എൻക്വയർഡ്. ആരോടാണ് ചോദിച്ചിരിക്കുന്നത്? മീ. ആസ്ക്ഡ് മീ അല്ലെങ്കിൽ എൻക്വയർഡ് മീ. അപ്പൊ സെഡിന്റെ കൂടെ ടു ചേർത്തെങ്കിൽ ആ ടു ഇവിടെ വരുന്നില്ല. അപ്പൊ ജീവൻ ആസ്ക്ഡ് മീ എന്ന് എഴുതുന്നു. ഇനി ഇതിനെ ഈ പാർട്ടുമായിട്ട് യോജിപ്പിക്കണം. അതിലേക്ക് നമുക്ക് കണക്റ്റിംഗ് വേർഡ് വേണം. ഇവിടെ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ് ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന WHETHER വെദർ എന്നാണ്. നമുക്ക് ഇവിടെ ഇഫ് ഉപയോഗിക്കാം. ഇഫ്. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് ഏതാ? യു. യു എന്നത് എന്നോടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു മെയിലായിട്ടോ അല്ലെങ്കിൽ ഫീമെയിലായിട്ടോ നമുക്കിവിടെ പരിഗണിക്കാം. ഇവിടെ യു എന്നത് നമുക്കിവിടെ മെയിലായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ യു എന്ന ഈ പേഴ്സൺ ഹി എന്ന പേഴ്സൺ ആയിട്ട് മാറും. അതല്ല ഫീമെയിലാണ് എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ, കാരണം എന്താ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ, ജീവൻ എന്നോടെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഹി എന്നോ അല്ലെങ്കിൽ ഷീ എന്നോ ഉപയോഗിക്കാം. ഹി ഓർ ഷീ. ഇഫ് ഹി ഓർ ഷീ. ഇനി അടുത്തിവിടെ എഴുതേണ്ടത് എന്താ? ക്ഷമിക്കണം, ഇവിടെ യു എന്നല്ലേ കിടന്നത് അല്ലേ? ആ കാര്യം വിട്ടുപോയി. ഇവിടെ ആരോടെ ചോദിച്ചു? എന്നോട്. അതുകൊണ്ട് ഈ യു എന്ന ഈ പേഴ്സൺ ഐ എന്ന പേഴ്സൺ ആയിട്ട് മാറണം. ഇഫ് ഐ. ഇഫ് ഐ. ഇഫ് ഐ എന്ന് മാറണം. ഐ എന്നത് ആരാ ചേഞ്ച് ചെയ്ത? യു. യു ഐ ആയിട്ട് മാറി. അപ്പോ ജീവൻ ആസ്ക്ഡ് മീ ഇഫ് ഐ. ഇവിടെ ഐ എഴുതാനുള്ള കാരണം മനസ്സിലായല്ലോ. എന്നോടെന്ന് പറഞ്ഞത് കൊണ്ടാണ് യു എന്ന പേഴ്സൺ ഐ എന്ന ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറിയത്. അപ്പൊ ഐ. ഇനി അടുത്ത് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നു? ആർ എ ടീച്ചർ. ഇഫ് ഐ വാസ് എ ടീച്ചർ. ഇഫ് ഐ വാസ് എ ടീച്ചർ. ഇഫ് ഐ വാസ് എ ടീച്ചർ എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ മനസ്സിലായല്ലോ. ഇഫ് ഐ വാസ് എ ടീച്ചർ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദ്യചിഹ്നം ഇടാൻ പാടില്ല. ഫുൾ സ്റ്റോപ്പ് കൊടുത്താൽ മതിയാകും. ഇഫ് ഐ വാസ് എ ടീച്ചർ. സാധാരണ രീതിയിൽ നമ്മൾ ഇഫ് ഒക്കെ വരുമ്പോ കണ്ടീഷണൽ ക്ലാസ്സിന് ഇവിടെ വാസിന് പകരം വേറെ ഉപയോഗിക്കും. എന്നാൽ ഇവിടെ അത് വേണ്ട. ഇഫ് ഐ വാസ് എ ടീച്ചർ എന്നാണ്. ഇനി അടുത്ത സ്ട്രേഞ്ചർ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. വേർ ഈസ് ദ പോസ്റ്റ് ഓഫീസ്? സ്ട്രേഞ്ചർ ആരോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് എഴുതാവുന്നത് ദ സ്ട്രേഞ്ചർ. ദ സ്ട്രേഞ്ചർ. ദ സ്ട്രേഞ്ചർ. ഇതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡിലാണ് ആരംഭിച്ചത്. ഇതിനെ നമുക്ക് ഈ പാർട്ടുമായി കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? മെയിൻ വെർബ് വേണം. ആസ്ക്ഡ്. ആസ്ക്ഡ് എന്ന മെയിൻ വെർബ് ഉപയോഗിക്കുന്നു. ഇതിന് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയും. ദ സ്ട്രേഞ്ചർ ആസ്ക്ഡ്. ക്വസ്റ്റ്യൻ വേർഡ് വന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് ഇവിടത്തെ മെയിൻ വെർബ്. ഇവിടത്തെ കണക്റ്റിംഗ് വേർഡ് വെയർ അതുപോലെ ഉപയോഗിച്ചു. വെയർ ദ പോസ്റ്റ് ഓഫീസ് എന്നാണ് എഴുതേണ്ടത്. വെയർ ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ്. ഈസ് എന്നത് ടെൻസ് മാറുന്നു. കാരണം നമ്മൾ ഇവിടെ ഉപയോഗിച്ച വെർബ് ആസ്ക്ഡ് എന്നതാണ്. അത് പാസ്റ്റ് ആണ്. അതുകൊണ്ട് വെയർ ദ പോസ്റ്റ് ഓഫീസ് വാസ് എന്നാണ് എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ വീണ്ടും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കാണും. അത്തരം ക്ലാസ്സുകൾ എല്ലാവരും ശ്രമിക്കുകയും നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക. ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനൽ
ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എല്ലാവർക്കും താങ്ക്സ്.